എനിക്ക് മറ്റേതിനെ പറ്റിയൊക്കെ അറിയാനായിരുന്നു. കുസാറ്റിൽ ഇപ്പൊ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ. കുസാറ്റിലെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഉണ്ടാവുമായിരിക്കും. ഏതാ കൃത്യമായിട്ട് അല്ല, ചോദിച്ചാൽ പറയാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, AI ആൻഡ് ഡാറ്റ സയൻസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നല്ലതാണ്. ആണല്ലേ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടായിരിക്കും. ഉം. ഇന്റഗ്രേറ്റഡ് MSc എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് ആണ് 5 കൊല്ലത്തേക്ക്. ആണ്. സ്പെഷ്യലൈസേഷൻ തീരുമാനിച്ചിട്ടാണ് പോണത്. ഉം. ജനറിക് ആവുമ്പോൾ പിന്നെ വേണമെങ്കിൽ സ്പെഷ്യലൈസേഷന് പോവാം. ഓൾറെഡി സ്പെഷ്യലൈസേഷന് ഗ്രാജുവേഷൻ ലെവലിൽ പോയാൽ അത് തന്നെയാണെങ്കിൽ തീരുമാനിക്കേണ്ടത്. ആ. ഇൻട്രസ്റ്റ് ഉള്ളതാണ്, സിലബസ് ഒക്കെ നോക്കിയിട്ട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആണല്ലേ. വേറെന്താ ഓപ്ഷൻ പിന്നെ ഉള്ളത്? ഇന്റഗ്രേറ്റഡ് MCA ഉണ്ട് എവിടെ? അവിടെ തന്നെ, കുസാറ്റിൽ തന്നെ. MCA അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്, മറ്റേത് കുറച്ചും കൂടി ആണ്. അഡ്വാൻസ്ഡ് ആയിരിക്കും. അഡ്വാൻസ്ഡ് ആണല്ലേ. MCA എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. ആ. മറ്റേത് ഡെവലപ്മെന്റും റിസർച്ചിലും ഒക്കെ പെടും. ഞാൻ ബിടെക് ECU നോക്കുന്നുണ്ട്, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അതാണ് ഏറ്റവും നല്ലത്, ബേസിക് കോഴ്സ്. അതെവിടെ കിട്ടും? അത് ഗവൺമെന്റിൽ കിട്ടൂല തോന്നുന്നു. 32,000 സംതിങ്ങിലാണ്. ഗവൺമെന്റും പ്രൈവറ്റും ആയ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താ, ഫീസ് എല്ലായിടത്തും ഒരേപോലെയാ? ആ, ഇവിടെ എന്താ ഇരട്ടിയുണ്ട്. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ദൂരല്ലേ പ്രൈവറ്റ് കിട്ടുകയാണെങ്കിൽ? ഉണ്ട്, കോളേജ് ഉണ്ട്. അപ്പൊ പിന്നെ അതാവുമ്പോ പിന്നെ ഹോസ്റ്റല് വേണ്ട, ബാക്കി ചെലവുകൾ ഉണ്ടാവില്ല. അപ്പൊ വീട്ടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ കോഴ്സ് ഇഷ്ടം പോലെ ചെയ്യാം. ബാക്കി കുറെ ദൂരത്തൊക്കെ ഹോസ്റ്റലിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂല. അവിടെ വൈഫൈ സൗകര്യം ഉണ്ടാവില്ല. വൈഫൈ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പിള്ളേരുടെ ഗ്രൂപ്പൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളൊന്നും ആവില്ല കുറച്ച് കഴിയുമ്പോൾ. വീട്ടിൽ നിന്നാകുമ്പോ കുറച്ചും കൂടി ഒറ്റക്ക് തീരുമാനിച്ച് സീരിയസ് ആയാൽ സീരിയസ് ആവും. അവിടെ വരുന്ന ക്രൗഡൊന്നും അങ്ങനെ എല്ലാ താല്പര്യമുള്ളവരാവണമെന്നില്ല. അപ്പൊ കുറച്ച് കെയർഫുൾ ആവുകയാണ് നല്ലത്. പിന്നെ AME കോഴ്സിനെ പറ്റി ഒന്ന് ചോദിക്കാൻ. എന്താ AME? എഞ്ചിനീയർ. എന്താണത്? എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ. എവിടെ പഠിക്കുന്നതനുസരിച്ചിട്ടാണ്. അല്ല, കോഴ്സിനെ പറ്റി എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അതെ, അത് ഡിപ്ലോമയാണോ? എവിടെയാ പഠിക്കണത്? ആരാ കൊടുക്കണത്? DGPA കൊടുക്കണം. ആരാ DGPA എന്ന് പറഞ്ഞാൽ? ആരാ? ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇതിന്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഡിപ്ലോമകളൊക്കെ ആണെന്ന് വിചാരിക്കാം. പിന്നെ ഹയർ സ്റ്റഡീസ് ഒന്നും പറ്റൂല. ഒരു സാധാരണ ഒരു ഗ്രാജുവേഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ അവർക്കൊരു ജോലി ഉണ്ടാക്കി തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ജോബൊന്നും കിട്ടൂല. ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് അല്ലേ. നല്ലതാണ് കിട്ടിയാൽ. കിട്ടുന്നത് വളരെ ചുരുക്കം പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ലല്ലോ. എന്തൊക്കെയാ അതിന്റെ ജോബ് ഉണ്ടാവില്ല കിട്ടിയാല്? മെയിൻ്റനൻസ്, സാധാരണ മെയിൻ്റനൻസ്, റെഗുലർ മെയിൻ്റനൻസ് വേണം. എല്ലാ എയർക്രാഫ്റ്റും ഒരു പ്രാവശ്യം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ചെക്കിംഗ് ഉണ്ട് അതിന്. കുറേ 10-36 സീക്വൻസിൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ടെക്നിക്കലായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 80 എയർപോർട്ട് ഉണ്ടായിരുന്നിടത്തു നിന്ന് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 500-ലധികമായിട്ടുണ്ടാവും. ഓരോ ഡിസ്ട്രിക്റ്റിലും വേണമെന്നൊക്കെയാണ്. അപ്പോൾ ജോബ് ഡിമാൻഡിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ജനറൽ കാറ്റഗറിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റോ ഡിപ്ലോമോ മതിയാവില്ല. അവരവരുടെ കമ്പനികൾ അവരെ പിന്നെയും ട്രെയിൻ ചെയ്യിപ്പിക്കും. കുറച്ചും കൂടി ഒരു ടെക്നിക്കൽ സ്കില്ല് ഒരു ഗ്രാജുവേറ്റ് ഒക്കെ ആണെങ്കിൽ ആ പണിക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഹയർ ഗ്രേഡിൽ ജോലി കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ അസിസ്റ്റന്റിന്റെ പണി തന്നെയായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഒരു ഹയർ സ്റ്റഡീസിൽ പോകാൻ ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരു ഗ്രാജുവേഷനോ ടെക്നിക്കൽ ഗ്രാജുവേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാണ്ടാവും. പിന്നെ അതിനൊരു സ്പെഷ്യലൈസേഷനും
നമ്മൾ തപ്പി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ബിടെക്കോ എംടെക്കോ ഒന്നും ഇല്ലല്ലോ നമ്മുടെ ചുറ്റും. അപ്പൊ അവിടെ പെട്ടു. അപ്പൊ അതും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്താ വ്യത്യാസം? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അതിന്റെ എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള തിയറട്ടിക്കലും അതിന്റെ ലിഫ്റ്റ് ഫോഴ്സ് എന്താണ്, ഡ്രാഗ് ഫോഴ്സ് എന്താണ്, എഞ്ചിൻ എങ്ങനെയാ വർക്ക് ചെയ്യുക, അതിന്റെ കംപ്ലീറ്റ് സംഭവം പഠിക്കുന്നതാണ്. അതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ, എങ്ങനെയൊക്കെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുക, കമ്പസ്റ്റൻ എഞ്ചിൻ എന്താണ്, എയർക്രാഫ്റ്റ് എഞ്ചിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പവർഫുൾ, അതിന്റെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പഠിക്കേണ്ടി വരും. വിങ്സിന്റെ ഡിസൈനിങ് പഠിക്കേണ്ടി വരും. എയറോനോട്ടിക്കൽ എന്ന് പറയുന്നത് റോക്കറ്റ് അടക്കം, റോക്കറ്റിലും എയറോനോട്ടിക്കൽ ഉണ്ട്. അപ്പൊ എയറോസ്പേസ് ഒന്നും വലിയ ഡിഫറൻസ് ഇല്ല അല്ലേ? എയറോസ്പേസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റോക്കറ്ററിയും അതും ഒക്കെ ആയിരിക്കും കൂടുതൽ. അതിൽ ഡിസൈനിങ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അതിനൊക്കെ പറ്റിയ നല്ല കോളേജ് ഇവിടെ ഇന്ത്യയിൽ എവിടെ? പല കോളേജുകളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തൊട്ടടുത്ത് എന്ന് പറയുന്നത് നെഹ്റു ആണ് ഉള്ളതൊന്ന്. IIST ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. അത് തിരുവനന്തപുരത്താണ്. പക്ഷെ അതിനൊക്കെ അഡ്മിഷന്റെ ഒക്കെ ഇപ്പൊ ഇക്കൊല്ലൊന്നും കിട്ടൂല. അടുത്ത കൊല്ലം എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് JEE-ലൊക്കെയാണ് ചിലപ്പോൾ നോക്കുക, ചിലപ്പോൾ അവർ നടത്താറുണ്ട്. അത് സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. എല്ലാ സ്പേസ് ഡിപ്പാർട്ട്മെന്റിലും ഞാൻ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റാണ്. എല്ലാത്തിലും ഇത് ആവശ്യമുണ്ട്, ഈ അറിവ്. വേറെ ആരൊക്കെ ഉണ്ട് മോനെ വീട്ടില്? എവിടെയാ സ്ഥലം ഇത്? പട്ടാമ്പി അടുത്തായിട്ട് വരും. ഓക്കെ. അപ്പൊ ഏതാ തൊട്ടടുത്ത കോളേജ്? ഇവിടെ MES കുറ്റിപ്പുറം ഉണ്ട്. അവിടെ പോട്. അവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഉമ്മക്കും ഹാപ്പി ആവും. ബാക്കിയുള്ളവരെയും നോക്കാം, സ്വന്തം കുറെ പഠിക്കാം, കുറച്ച് മനക്കെടാം, കുറെ സമയം ഫ്രീ കിട്ടും. അത് ബേസിക് കോഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ചേരാം, അതായിരിക്കും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. നല്ല കോളേജാന്നൊന്നും പറയില്ല ഞാൻ പോയിട്ടുണ്ട് അവിടെ. എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടും എൻ്റെ മാഗസീനിലൊക്കെ ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട് പണ്ട്. ഒരു ടെക് ഫെസ്റ്റിന്റെ ഇനോഗ്രേഷന് വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ, മെക്കാനിക്കൽ. പിന്നെ ജ്യോതി അല്ല, അതിനേക്കാളൊക്കെ MES ആയിരിക്കും നല്ലത്. ആണല്ലേ? അതല്ലേ നിങ്ങൾക്ക് അടുത്തും. ഓൾ ദ ബെസ്റ്റ്. അപ്ഡേറ്റ് ചെയ്യും, ബാക്കി സ്കില്ലുകൾ വേണം. അതിനാണ് ഞാൻ ഈ അതിനകത്തേക്ക് ഇൻഫർമേഷൻ അയക്കുന്നത്. അതിൽ കുറെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വീഡിയോ പ്രസന്റേഷൻ, കുറെ ഡിസ്കഷൻസ്, കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം. അത്തരം അസൈൻമെന്റ്സ് ഒക്കെ നടക്കും. ബിടെക് ഫസ്റ്റ് ഇയർ ഉണ്ടാവില്ലേ? അതില് നമ്മൾ +2 +1 പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കണ്ടാവും. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതില് കണ്ടത് ഇപ്പൊ +2 ടോപ്പിക്സ് ഒക്കെയാണ്, മെട്രിക്സസ്, മാത്സ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ അതിന്റെ ബുക്കും ഓറിയന്റേഷനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബുക്ക് അവൈലബിൾ ആണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. അതിന്റെ റഫറൻസ് ബുക്കുകൾ നോക്കിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. പ്രിസ്ക്രൈബ്ഡ് ബുക്കും റഫറൻസ് ബുക്കും രണ്ട് വ്യത്യാസമുണ്ട്. പ്രിസ്ക്രൈബ്ഡ് ബുക്ക് ചിലപ്പോൾ ഇന്ത്യൻ ഓതർ ആയിരിക്കും, പക്ഷെ റഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് എബ്രോഡുള്ള ഓതറിന്റെ ആയിരിക്കും. അതൊക്കെ ഓൺലൈൻ ഫ്രീ ആയിട്ടുണ്ടാവും. ഇന്ത്യൻ ബുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നല്ലോണം വായിച്ചിട്ട് എല്ലാ ടെക്നിക്കൽ ടേമിന്റെയും അർത്ഥമൊക്കെ നോക്കി മനസ്സിലാക്കി പഠിച്ച് റെഡിയായി വന്നു കഴിഞ്ഞാൽ ബിടെക് ക്ലാസ് കയറുമ്പോഴത്തേക്കും നമ്മളെല്ലാം പഠിച്ചവരായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. ഇത് അപ്ലോഡ് ചെയ്യാലോ അല്ലേ? അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. താങ്ക്സ്.